ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സ്നേഹ. ഗർഭകാലത്ത് ഗർഭിണികൾ ഏതൊക്കെ ഫ്രൂട്ട്സ് കഴിക്കണം എന്നുള്ളത് പലരെയും അലട്ടുന്ന ഒരു ഡൗട്ടാണ്. ഏതൊക്കെ ഫ്രൂട്ട്സാണ് കഴിക്കാവുന്നത്, ഏതൊക്കെ കഴിക്കാൻ പാടില്ല എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഗർഭകാലത്ത് നമുക്ക് കഴിക്കാവുന്ന നല്ല ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തത് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് കിട്ടുന്ന പഴങ്ങൾ കുറച്ചും കൂടെ നല്ലതാണ്. എന്നാലും ഏറ്റവും നല്ലത് വാഴപ്പഴം, പിന്നീടുള്ളത് ഓറഞ്ച്, അതുപോലെ ആപ്പിള്, കിവി, ആപ്രിക്കോട്ട്, ഇതൊക്കെ ഏറ്റവും നല്ലതാണ്. വാഴപ്പഴം എന്ന് പറയുമ്പോൾ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ധാതുക്കളും വൈറ്റമിനുകളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് വാഴപ്പഴം എന്ന് പറയുന്നത്. മാത്രമല്ല രോഗപ്രതിരോധ ശേഷി കൂട്ടാനും സഹായിക്കുന്ന ഒരു പഴമാണ് വാഴപ്പഴം. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് തന്നെ നിങ്ങൾക്കും അതായത് ഗർഭിണിയായ സ്ത്രീക്കും അവരുടെ കുഞ്ഞിനും അത് നല്ലതുപോലെ അതിൻ്റെ ഗുണം ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് വാഴപ്പഴം കഴിക്കാവുന്നതാണ്. പിന്നെ ഉള്ളത് സിട്രസ് ഫ്രൂട്ട്സാണ്, അതായത് ഓറഞ്ചൊക്കെ കഴിക്കാവുന്നതാണ്. ഓറഞ്ചിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞിനും അമ്മയ്ക്കും, അതായത് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക്, പല്ലിൻ്റെയും എല്ലിൻ്റെയൊക്കെ വളർച്ചയ്ക്ക് ഏറ്റവും സഹായമായിട്ടുള്ള ഒന്നാണ് വൈറ്റമിൻ സി. അപ്പോൾ അത് നമ്മൾ ഓറഞ്ച് കഴിക്കുന്ന വഴി നമുക്കതിൻ്റെ ഗുണം കുട്ടികൾക്ക് കിട്ടുന്നതാണ്. മാത്രമല്ല ശരീരത്തിന് ആവശ്യം വേണ്ട ഒന്നാണ് ഇരുമ്പ്. അപ്പോൾ ഇരുമ്പ് നമ്മുടെ ശരീരത്തിൽ എത്താൻ വേണ്ടിയിട്ട്, ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു വൈറ്റമിൻ കൂടിയാണ് വൈറ്റമിൻ സി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സിട്രസ് ഫ്രൂട്ട്സിൽ അതായത് ഓറഞ്ച് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ചില ആൾക്കാർക്ക് ഓറഞ്ച് അലർജി ഉണ്ടാക്കുമല്ലോ, അലർജിയല്ല മീൻസ് ചില ആൾക്കാർക്ക് ചില പഴങ്ങളോട് ഫ്രൂട്ട്സിനോടൊക്കെ അലർജിയൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ളവർ ഇത് ഒഴിവാക്കുക. അതായത് ചില ആൾക്കാർക്ക് സിട്രസ് ഫ്രൂട്ട്സ് ഭയങ്കര അലർജി, തുമ്മലോ അല്ലെങ്കിൽ ഇറിറ്റേഷനോ ഒക്കെ, സ്കിന്നിലൊക്കെ ഇറിറ്റേഷനൊക്കെ ഉണ്ടാക്കും. അങ്ങനെയുള്ള ആൾക്കാർ ഇത് ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് തന്നെ ഉടനെ എടുത്ത് ഉപയോഗിക്കരുത്. അത് നിങ്ങൾ ഡോക്ടറിനെ കണ്ട്, അങ്ങനെ അലർജി ഉള്ളവർ ഒരിക്കലും ഏത് ഫ്രൂട്ട്സാണോ അവർക്ക് അലർജി ഉണ്ടാക്കുന്നത് അത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ഡോക്ടറിനോട് ഡിസ്കസ് ചെയ്തിട്ട് ഏതാണ് ഫ്രൂട്ട്സാണ് കഴിക്കാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കിയിട്ട് കഴിക്കാം. അടുത്ത ഫ്രൂട്ട് കഴിക്കാവുന്നതാണ്, ധൈര്യമായിട്ട് കഴിക്കാവുന്നതാണ് ആപ്പിളിലും ധാരാളം വൈറ്റമിനുകളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രക്തത്തിനെ നല്ല ആരോഗ്യകരമായിട്ട് തന്നെ നിലനിർത്താനും സഹായിക്കും. പിന്നീടുള്ളത് കിവിയാണ്. കിവി ഫ്രൂട്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്താണ്, അതായത് കൊറോണ രോഗങ്ങൾക്ക് ശേഷമാണ് കൂടുതൽ ആൾക്കാർ അറിയാൻ തുടങ്ങിയത്. പക്ഷേ അതിൻ്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട്. അതായത് അമ്മയ്ക്കും കുഞ്ഞിനും ആവശ്യമായിട്ടുള്ള എല്ലാ ധാതുക്കളും വൈറ്റമിനുകളൊക്കെ അടങ്ങിയിട്ടുള്ള, ഫോളിക് ആസിഡൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് കിവി. അപ്പോൾ കിവിയും നമുക്ക് കിട്ടുകയാണെങ്കിൽ അതും കഴിക്കുന്നത് നമ്മുടെ കുഞ്ഞിനും അമ്മയ്ക്കും നല്ലതാണ്. പിന്നെ എല്ലാത്തരം ബെറീസ് കഴിക്കുന്നത് നല്ലതാണ്. ബെറീസിലായാലും വൈറ്റമിൻസും എന്തൊക്കെ ധാതുക്കൾ അതൊക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ബെറീസ് എന്ന് പറയുന്നത്. ബെറീസിലുണ്ട്, അതായത് സ്ട്രോബെറി ആവാം, ബ്ലൂബെറി ആവാം, അങ്ങനെ നിങ്ങൾക്ക് സുലഭമായിട്ട് കിട്ടുന്ന ഏത് ബെറീസിലായാലും കഴിക്കുന്നത് അതും നല്ലതാണ്. ഇത്തരം ഫ്രൂട്ട്സൊക്കെ അമ്മ കഴിക്കുന്ന വഴി തന്നെ കുഞ്ഞിനും അതിൻ്റേതായിട്ടുള്ള ഫലങ്ങൾ കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേണ്ട എന്ന് വെക്കരുത്, കഴിക്കണം. കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും രോഗപ്രതിരോധശേഷി കൂട്ടാനൊക്കെ ഏറ്റവും സഹായകമാണ് ഇത്തരം ബെറീസ്. അപ്പോൾ ഇത്രയും ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാവുന്നതാണ് ധൈര്യമായിട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട്, അതായത് പ്രഗ്നൻസിയിൽ വേറെ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് എന്നൊക്കെ ഉള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.